നിന്റെ കാൽപാദം പതിഞ്ഞ മുക്കത്തെ ഒരു പിടിമണ്ണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതും പിന്നെ നീയും. ഇത് രണ്ടും മതി എനിക്കിവിടം വിട്ടു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ. മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ചാട്ടുളി പോലെ പതിച്ച ഒരു കൂട്ടം ഡയലോഗ്സ്. ബെസ്റ്റ് റൊമാൻറ്റിക് സിറ്റുവേഷൻസ്. മനസ്സിലെ വിരഹങ്ങളെ തൊട്ടുണർത്തുന്ന ഒരുതരം മാസ്മരികത. ഇതാണ് ഇന്ന് നിന്റെ മൊയ്തീൻ. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ പ്രണയമെന്ന വികാരം ഓർമ്മിപ്പിക്കാൻ തക്കതായ ഒരു ചിത്രം. ഒറ്റവാക്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം അവിഹിതങ്ങൾ മാത്രം സബ്ജക്റ്റായി കണ്ടുകൊണ്ടാണ് കുറച്ചുനാൾ മലയാള സിനിമ സഞ്ചരിച്ചിരുന്നത്. പ്രണയം പറയാൻ പരസ്പരം ആലിംഗനം പോലും വേണ്ട എന്ന സത്യം മൊയ്തീൻ കണ്ട ശേഷം ഏവരും മനസ്സിലാക്കുന്നു. ഈ ചിത്രം കണ്ടതിനു ശേഷം കാഞ്ചനമാലയെപ്പോലെ ഒരു പ്രണയിനി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ചെറുപ്പക്കാരാരുമില്ല. കണ്ണു നിറയാതെ ആരും തിയേറ്റർ വിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10,000 ഇരട്ടി എൻ്റെ മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഡയലോഗുകൾ എഴുതുമ്പോൾ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ സംവിധായകന്റെ വിങ്ങൽ എങ്ങനെയായിരുന്നിരിക്കും? ഈ യഥാർത്ഥ കഥ നടന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാഞ്ചനമാലയുടെ മനസ്സ്, അതിൻ്റെ ആഴങ്ങൾ, അത് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം പടം കണ്ടിറങ്ങുമ്പോഴേക്കും കണ്ണു നിറഞ്ഞ് കഥാപാത്രത്തെയും കഥയെയും നെഞ്ചിലേറ്റിയ മലയാളിയുടെ മനസ്സിന് ചിലപ്പോൾ അത്രയും ആഴത്തിൽ ചിന്തിച്ചാൽ പൊട്ടിക്കരഞ്ഞു പോകും എന്ന പേടികൊണ്ടാകാം. എന്തായാലും മലയാളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിന്റെ പ്രണയവർണ്ണങ്ങൾക്ക് പുതിയ നിറം പകരാൻ ചിത്രത്തിന് സാധിച്ചു. പ്രണയത്തിനേക്കാൾ നൊമ്പരം വിരഹത്തിനാണെന്ന് ഓരോ മനസ്സിലും തൊട്ടുണർത്തിയ ഈ മൊയ്തീനും കാഞ്ചനമാലയ്ക്കും അതിന്റെ പിന്നണി പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട്.